നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ദിസ് ഈസ് ദി റിഡംഷൻ ഓഫ് സഞ്ജു സാംസൺ. എന്തൊരു ഇന്നിങ്സ് ആണത്. അതിനെക്കുറിച്ച് എങ്ങനെ പറയണം, എന്തു പറഞ്ഞാലാണ് മതി വരിക എന്നെനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, സഞ്ജു സാംസൺ എന്ന മനുഷ്യൻ കടന്നുപോയ വഴികൾ. ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീമിൻ്റെ കോച്ചാകുന്നത് വരെ അദ്ദേഹത്തിന് സ്ഥിരമായിട്ട് അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല. വർഷങ്ങളോളമായുള്ള ട്രോളുകൾ, അങ്ങനെ വേണ്ടത്ര സ്ഥിരമായ അവസരങ്ങൾ ലഭിക്കാതെ ഉഴറിയ ഒരു താരം. 2025 ബാറ്റിംഗ് ഓർഡർ ഷഫ്ലിങ്, പിന്നെ ഈ വേൾഡ് കപ്പിന് സ്ക്വാഡിൽ. എന്നാൽ അതിന് തൊട്ടു മുമ്പുള്ള ആ സീരീസിൽ ഫോം ഔട്ടായി. വേൾഡ് കപ്പിനുള്ള സ്ക്വാഡിൽ ഉണ്ടെങ്കിലും തുടക്കത്തിൽ ടീമിൽ പ്ലേയിങ് 11 അവസരം ലഭിക്കുന്നില്ല. അതിനുശേഷം ഇതാ സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിന് ഏറ്റവും അധികം ആവശ്യമുള്ള സമയത്ത് തൻ്റെ മികവെന്തെന്ന് കാണിച്ച് തന്നുകൊണ്ട് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി സെമി ഫൈനലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. സിംഗിൾ ഹാൻഡഡ്ലി സഞ്ജു സാംസൺ വിജയിപ്പിച്ച കളിയാണിത് എന്ന് പറയേണ്ടി വരും. അതിമനോഹരമായ ഇന്നിങ്സ്. 50 പന്തുകളിൽ നിന്ന് 12 ഫോറുകളും 4 സിക്സറുകളും ചന്തം പകർന്ന ആ ഒരു ഇന്നിങ്സ് 97 റൺസ്. റെക്കോർഡാണത്, റെക്കോർഡ്. യെസ്, ഒരു ICC T20 വേൾഡ് കപ്പിലെ റൺ ചേസിൽ ഇന്ത്യക്ക് വേണ്ടി ഒരു താരം എടുക്കുന്ന ഏറ്റവും ഉയർന്ന സ്കോറാണ്. സാക്ഷാൽ വിരാട് കോഹ്ലിയുടെ 82 റൺസ് എന്ന റെക്കോർഡ് മറികടന്നാണ് ഇതിലേക്ക് സഞ്ജു എത്തിയിരിക്കുന്നത്. ദിസ് ഈസ് സംതിങ് സ്പെഷ്യൽ. ചേട്ടാ ഈസ് സ്പെഷ്യൽ, ഒരു സംശയവും വേണ്ട. ഇതുവരെ ട്രോളിയവർക്കെല്ലാം അത് ഉപേക്ഷിച്ച് മാപ്പ് പറഞ്ഞ് കൈയടിക്കാം. യെസ്, ആ കളി വിജയിപ്പിച്ചിട്ട് അദ്ദേഹം നിന്നൊരു നിൽപ്പില്ലേ, മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്ന നിൽപ്പ്. യെസ്, വർഷങ്ങളായിട്ട് അയാൾ ആഗ്രഹിച്ചതാണ് ഇങ്ങനൊരു നിമിഷം. അദ്ദേഹത്തെ സ്നേഹിച്ച അദ്ദേഹത്തിൻ്റെ ആരാധകരും ഒടുവിൽ അത് സംഭവിച്ചിരിക്കുന്നു. ദിസ് ഈസ് ദി റിഡംഷൻ ഓഫ് സഞ്ജു സാംസൺ.